ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു തോരനായിട്ട് ഈ വെണ്ടയ്ക്കാത്തോരൻ. ഹായ് ഹലോ, എല്ലാവർക്കും മോംസ് കിച്ചൺ ആൻഡ് ഫാൽമി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ വെണ്ടയ്ക്കാത്തോരൻ തന്നെയാണ്. അപ്പം നമുക്ക് ഈ വെണ്ടയ്ക്കാത്തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഈ വെണ്ടയ്ക്ക എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. വെണ്ടയ്ക്കത്തോരൻ ഉണ്ടാക്കുമ്പോഴേ ചെറിയുള്ളി ഇട്ട് പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്ക് ചെറിയുള്ളി എടുത്തിട്ട് നമുക്കൊന്ന് ഒരു 15 ചെറിയുള്ളി എടുത്ത് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളത്തോളം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തേക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ മുളക് പൊടിയേക്കാളും നല്ലത് മുളക് ചതച്ചത് ഇട്ട് കൊടുക്കുമ്പോഴാട്ടോ ഇങ്ങനത്തെ തോരനൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നിങ്ങളൊന്ന് മുളക് പൊടി ഇടുന്നെങ്കിൽ ചതച്ച് മുളകൊന്ന് ഇട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാകും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടപ്പ് മാറ്റിയിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് തന്നെ വേവിക്കാം. പിന്നെ നമുക്ക് ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. 1 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വെക്കാം കേട്ടോ. നമുക്ക് ആ ലിഡ് വെച്ച് അങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കാം. 7 മിനിറ്റിനുള്ളിൽ വെണ്ടയ്ക്കത്തോരൻ റെഡി ആയിട്ടോ. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെണ്ടയ്ക്കത്തോരൻ ഉണ്ടാക്കിയത്. ആദ്യമേ തൊട്ട് ലോ ഫ്ലെയിമിൽ തന്നെയാട്ടോ ഇട്ട് വെച്ചിരുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോത്തോളം വെണ്ടയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെണ്ടയ്ക്ക ഒരുപാട് മൂത്ത് പോകരുത്. ഞാൻ ഈ ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പം വെണ്ടയ്ക്കയുടെ അറ്റം ഒന്ന് ചെറുതായിട്ട് കിള്ളി നോക്കും, അപ്പോൾ ഒടിച്ചു നോക്കും. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ മൂത്തതാണോ മൂപ്പ് കുറഞ്ഞതാണോ എന്നൊക്കെ. ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളിൽ കുറച്ച് പേരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും ഈ വെണ്ടയ്ക്ക മൂത്തില്ലേ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.